ഇത് സഹിൽ എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ്റെ മുൻവശമാണ്. ഇത് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നവരും ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാക്കുവിൻ്റെ തെരുവുകൾക്ക് താഴെ വേറൊരു ലോകം തന്നെ ഉണ്ട്. ഇന്ന് ഞാൻ സഞ്ചരിക്കാൻ പോകുന്നത് ഇവിടുത്തെ മെട്രോയിലാണ്. വെയിറ്റ് ഈ പാതാളത്തിലേക്കുള്ള വഴി എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇന്ന് ശരിക്കും കണ്ടു. പൊതുവേ ഹൈറ്റ് പേടിയുള്ള എനിക്കിത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഭയങ്കര ഡീപ്പാണ്, താഴേക്ക് ഭയങ്കര ഡീപ്പാണ്. നെഞ്ചൊക്കെ കിടന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. എനിവേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ എസ്കലേറ്റർ ഇത് വെറും ഒരു സബ്വേ അല്ലെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ എസ്കലേറ്ററുകളിൽ ഒന്നാണിത്. ഏകദേശം 35 മുതൽ 40 മീറ്റർ വരെയാണ് ഇത് ആഴത്തിലേക്ക് പോകുന്നത്. അതായത് 12 നില കെട്ടിടം, അത്രയും ഹൈറ്റ് ഉണ്ട് ഇതിന്. അതേ ഒരു മനുഷ്യൻ എന്ത് സിമ്പിളായിട്ടാണ് നടന്നു പോകുന്നത്. ഞാനിവിടെ പേടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ എസ്കലേറ്ററൊക്കെ ഇറങ്ങി. ഇനി കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ട്. ഇങ്ങനെ നടന്ന് വീണ്ടും ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ട്രെയിൻ വരുന്ന സ്ഥലത്തേക്ക് പോകാൻ. അത്രയും ഡീപ്പാണ് മേളിൽ നിന്ന് നമുക്ക് ട്രെയിൻ കയറേണ്ട സ്ഥലത്തേക്ക്. നടന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളോടെ എന്തായാലും സംസാരിക്കാം. ഈ സിസ്റ്റം എല്ലാം കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയത് 1960കളിലാണ്, അതായത് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത്. ബാക്കു മെട്രോ 1967ലാണ് ഒഫീഷ്യലി പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ മോസ്കോ, ലെനിൻഗ്രാഡ്, കീവ്, ടിബിലിസി എന്നിവയ്ക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച 5ാമത്തെ മെട്രോ സംവിധാനമാണ് ഇത്. എന്തുകൊണ്ടാണ് ഇത്രയും ആഴത്തിൽ അവർക്ക് മെട്രോ പണിയേണ്ടി വന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ബാക്കു ഒരു മെയിൻ ഓയിൽ സമ്പന്നമായ നഗരമായിരുന്നു. പല ഫാക്ടേഴ്സിനെ മുൻകൂട്ടി കണ്ട്, അതായത് പഴയ ബിൽഡിങ്സ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസ്, അതായത് ഭൂമിക്കടിയിലെ ബങ്കറുകൾ, പിന്നെ ഭൂകമ്പ മേഖലകളൊക്കെ മുൻകൂട്ടി കണ്ടാണ് അവർക്ക് ഇത്രയും താഴെ ഈ മെട്രോ പണിയേണ്ടി വന്നത്. ഈ കാണുന്ന കുറച്ച് സ്റ്റെപ്പുകൾ കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഐക്കോണിക് മെട്രോ വരുന്ന ഇടത്തേക്ക് നമ്മൾ എത്തിച്ചേരും. ഇതാണ് നമുക്ക് പോകേണ്ട ആ ഒരു ഐക്കോണിക് പഴയകാല സോവിയറ്റ് മെട്രോ ട്രെയിൻ. വാവ്, എന്ത് ക്യൂട്ടല്ലേ കാണാൻ, നോക്ക്, അടിപൊളി. ഇതാണ് അതിൻ്റെ ഇൻറ്റീരിയർ. വാവ്, ഫുള്ള് വുഡൻ പാനലിംഗ് ആണ്. ഈ കാണുന്നത് എല്ലാം വുഡൻ പാനലിംഗ് ആണ്. അതിൻ്റെ സീറ്റുകൾ, ആ ലൈറ്റിങ്ങൾ, ആ ഒരു വിൻഡോ ഏരിയകൾ ഒന്ന് ഓർത്ത് നോക്കുക. 60കളിലും 70കളിലും ഓടിക്കൊണ്ടിരുന്ന ഒരു മെട്രോ ട്രെയിനാണിത്. ആ കാലത്ത് നമ്മുടെ നാട്ടിൽ മെട്രോ എന്താന്ന് പോലും അറിയാത്തൊരു കാലം. വാവ്, അത്രയും പഴയ കാലത്ത് ആളുകൾ സഞ്ചരിച്ചൊരു യാത്രാ മാർഗമാണിത്. അടിപൊളി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇന്നത്തെ കാലത്ത് ഇതൊരു റെട്രോ ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഇതെല്ലാം സോവിയറ്റ് യൂണിയൻ രൂപകൽപ്പന ചെയ്ത ട്രെയിനുകളാണ്. പഴയ കാലത്ത്, അതായത് ചില രാജ്യങ്ങളായ റഷ്യ, ഉക്രൈൻ, ജോർജിയ, നോർത്ത് കൊറിയ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ടൈപ്പ് ട്രെയിനുകളെല്ലാം ഒരു കാലത്ത് കോമൺ ആയിരുന്നു. കാരണം ഇതെല്ലാം സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നല്ലോ. പക്ഷെ അടിപൊളിയായിട്ട് ഭയങ്കര ഒരു കിട്ടു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ട്രെയിൻ. ഇവിടുത്തെ ട്രെയിനുകളെ പോലെ തന്നെ ഇവിടുത്തെ സ്റ്റേഷനുകൾ ശരിക്കും നമ്മളെ അതിശയിപ്പിക്കും. നോക്ക്, ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ നോക്ക്, എന്ത് രസമല്ല. ഇത്രയും പഴയ കാലത്ത് ഉണ്ടാക്കിയൊരു സ്റ്റേഷനാണിത്. എന്നിട്ട് എന്ത് രസമായിട്ടല്ല ഇതിൻ്റെ ഇൻറ്റീരിയർ. ഇന്നത്തെ പല മോഡേൺ സ്റ്റേഷനുകളെക്കാളും ഭംഗിയാണിത് കാണാൻ. ഈ സ്റ്റേഷനുകൾ പലതും ഭൂഗർഭ സ്റ്റേഷനേക്കാൾ ഒരു മ്യൂസിയം ഹാളുകളൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. ഇതിനെപ്പറ്റി ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഇവിടെ ശരിക്കും അസർബൈജാനി സംസ്കാരത്തിൻ്റെയും സോവിയറ്റ് ലെഗസിയുടെയും ഒക്കെ കഥകൾ പറയുന്ന കുറേ ഷാൻഡിലിയറുകളും മാർബിൾ ഫ്ലോറുകളും അലങ്കാര ടൈൽസും പിന്നെ മൊസൈക്കുകളൊക്കെ നമുക്ക് ഇവിടുത്തെ പല സ്റ്റേഷനുകളിൽ കാണാൻ സാധിക്കും. ബാക്കു മെട്രോ നിലവിൽ 40 കിലോമീറ്ററിലധികം വ്യാപിച്ച് കിടക്കുന്ന ഒരു മെട്രോ ശൃംഖലയാണ്. 27 സ്റ്റേഷനുകളും 3 ലൈനുകളും അതിൽ ഉൾപ്പെടും. അങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ മെട്രോ സിസ്റ്റത്തെ പറ്റി തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു 60-65 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇവിടുത്തെ ആളുകൾ ഞാൻ ഈ നടക്കുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് തുടങ്ങിയവരാണ്.
അത്രയും വർഷം മുമ്പ് തന്നെ ഇത്രയും അടിപൊളി ഒരു മെട്രോ സ്റ്റേഷൻ ഭൂമിക്കടിയിൽ ഇത്രയും ഡീപ്പായിട്ട്, ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ട്, ഇത്രയും മനോഹരമായിട്ട് പണിത ആൾക്കാരെ ശരിക്കും അവിടെ ദീർഘവീക്ഷണമൊക്കെ ശരിക്കും സ്മരിച്ചു പോവാണ്. അത്രയും അടിപൊളിയാണ്.